തല നിറച്ച അസ്വസ്ഥതകളാണ്. ഒരു ചെയ്ത ഉപകാരത്തിന് വേണ്ടി അനുഭവപ്പെടുന്നൊരു അസ്വസ്ഥത. പണ്ടെന്നോ എൻ്റെ ഒരു സുഹൃത്ത്, പ്രിയ സുഹൃത്ത്, ഇപ്പോഴും സുഹൃത്താണ്, അവനിത് കേട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എടുത്തു കൊടുത്തൊരു ലോണ്. അന്ന് അവൻ പറഞ്ഞ്, എടാ നീ ലോൺ എടുത്തടാ, ഡോക്ടേഴ്സ് ലോണല്ലേ, വളരെ ചെറിയൊരു ഇൻട്രസ്റ്റ് അല്ലല്ലോ, എടുത്തോ. അപ്പം ഞാൻ ലോണൊന്നും എടുക്കാറില്ല, എടുക്കാൻ ആഗ്രഹിക്കുന്നുമില്ല, അത് വലിയൊരു ബാധ്യതയാണല്ലോ, അത് വേണ്ട. നീ എന്താണ് എടുത്തോ ധൈര്യമായിട്ട്, ഞാൻ നിനക്ക് ലാഭം തരാം. എനിക്കാണെങ്കിൽ ഇത്രയേറെ ആവശ്യങ്ങളുണ്ട്, എനിക്ക് വേറെ ലോൺ എടുക്കാൻ പറ്റില്ല, അപ്പം നിനക്ക് ഞാൻ ലാഭമായിട്ട് തരാം, അതിലേറെ ലാഭം കിട്ടും. അപ്പം എനിക്ക് ഓക്കെ, എന്നാൽ ഞാൻ എടുത്തു കൊടുത്ത്. ഇപ്പം അതിൽ എടുക്കേണ്ട ഇൻട്രസ്റ്റിൻ്റെ അത്ര പോലും ലാഭവും എനിക്ക് തരില്ല. ഇൻട്രസ്റ്റ് ഞാൻ തന്നെ അടക്കണം, നഷ്ടത്തോട് നഷ്ടം. ഒരു വർഷം എത്രയോ പൈസ ഞാൻ ഇൻട്രസ്റ്റ് ആയിട്ട് അടക്കണം, അത്ര ലാഭവും തരുന്നുമില്ല. അതൊക്കെ പോട്ടെ, അതല്ല പ്രശ്നം. ഇതിന് അടവെടുക്കണ്ടേ, ഓരോ മാസവും അടവെടുക്കണമല്ലോ. നല്ലൊരു എമൗണ്ട് ഉണ്ട്. എൻ്റെ കിട്ടുന്ന ശമ്പളത്തിൻ്റെ 3/4% ഈ ലോണിലേക്കട് പോകും. പിന്നെ ബാക്കി എല്ലാ കാര്യത്തിനും ഇവന് എനിക്ക് അടവ് ഇങ്ങോട്ട് തിരിച്ചയച്ചു തരണം. അതും ഞാൻ അടക്കുന്ന അടവിൽ നിന്ന് കുറച്ചാണോ എനിക്ക് അയച്ചു തരിക, അതും കൂടെ അയച്ചു തരണം. കാരണം ഇത് മറ്റിപ്പോൾ വായ്പ വാങ്ങി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നില്ലല്ലോ, ഇത് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പോവുകയാണ്. ഈ ലോണിൻ്റെ അടവെങ്ങാൻ തെറ്റിയാണ്ടല്ലോ, പിന്നെ എനിക്ക് തരുന്ന അടവ് പോലല്ല, ബാങ്കുകാർ നമ്മളെ മൊത്തം ആസ്തി അടിച്ചങ്ങ് കൊണ്ടുപോകും ലോണിൻ്റെ അടവൊക്കെ തെറ്റിയാലേ. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് മുമ്പ്. പണ്ടൊരു EMI മിനിമം എമൗണ്ട് അടിച്ചിട്ട് അവസാനം ബാങ്കുകാർ 10,000 ഉറുപ്പ്യ ഉള്ളതിന് 1,00,000-ലേറെ ഞാൻ ഇൻട്രസ്റ്റ് എടുക്കേണ്ടി വന്നു. ഒരു ചോദ്യവുമില്ല. അതാണ്. അപ്പോൾ ഞാനിങ്ങനെ അനുഭവിക്കുന്ന ടെൻഷൻ തന്നെ. അപ്പോൾ EMI 4-ാം തീയതി പോയി, ഇന്ന് 12, 13, 14 ഡേറ്റ് ആയിട്ടും അവൻ്റെ അടുത്ത് നിന്ന് പൈസ ഇട്ടാന്ന് ചോദിച്ചപ്പോൾ പറയാണ്, ഇന്നലെ ബാങ്കുകാർ, അവൻ ബാങ്കിൽ നിന്ന് എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പറയാണ്, ബാങ്കുകാർ എന്തോ ഒരു അവൻ്റെ ഇതിൽ ഓവർ ട്രാൻസാക്ഷൻ വന്നിട്ടാണ്. ഓവർ ട്രാൻസാക്ഷൻ എൻ്റെ മൈൻഡിലേക്ക് സ്ട്രൈക്ക്. ഇത്രയേറെ ട്രാൻസാക്ഷൻ വരുന്ന ഒരാൾക്കാണോ എനിക്കുള്ള പണം, ഈ ചെറിയ പണം, അവർക്ക് വലിയ ഓവർ ട്രാൻസാക്ഷൻ നടക്കുന്നവർക്ക് എനിക്ക് തന്നെയുള്ള പൈസ ചെറിയ പൈസ ബുദ്ധിമുട്ട് വരുന്നത്. മറ്റുള്ളവരെ പണം അങ്ങോട്ട് കൊടുക്കാൻ നമ്മൾ മനുഷ്യന്മാർക്ക് ഭയങ്കര ഒരു മടിയാലേ, ഒരുപാട് എക്സ്ക്യൂസുകൾ ആ സമയത്ത്. പക്ഷെ ഞാനങ്ങനെയല്ല കേട്ടോ, ഞാനൊരാൾക്ക് കൊടുക്കാണ്ടെങ്കിൽ കറക്റ്റ് കൊടുക്കും, ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. ഇതല്ല എൻ്റെ പ്രിയ സുഹൃത്തിന് അവൻ്റെ സ്വന്തം പണമായിട്ട് എൻ്റെ പണം തോന്നിക്കാൻ പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ.